بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. الحمد لله رب العالمين. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വലിയ ഫضലിനാല് നമ്മളിതാ 6ാമത് റമദാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഇൻ ശകർതും ലഅസീദന്നകും. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിന് ശുക്റുള്ളവരായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഓരോ ദിവസങ്ങൾ കടക്കുമ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു റമദാൻ കിട്ടിയിട്ട് നരകം അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതാണ്. ഒരു പരിശുദ്ധ റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കാത്തവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തന്റെ മിമ്പറിൽ വെച്ചിട്ടാണ് ആമീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എല്ലാ തരത്തിലുള്ള നമ്മുടെ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് അതിന്റെ കഴുകിക്കളയാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ. അള്ളാഹുവിനോട് ചോദിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അങ്ങനെയുള്ള വ്യക്തികളോട്, അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് ദേഷ്യാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ സദാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരുണ്യം ചെരിഞ്ഞു തന്നിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നശിച്ച്. അള്ളാഹു നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നാശത്തിലായി, നമ്മള് ഖാസിരീങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ സദാ പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞതാണ്. എന്നിട്ട് ഒരുപാട് നിഅമത്തുകൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് സൂറത്തുൽ അഅറാഫില് നമ്മുടെ ഉപ്പയായിട്ടുള്ള ആദം അലൈഹിസ്സലാം അല്ലെ, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങളോട് അക്രമം ചെയ്തു. വലംനാ അൻഫുസനാ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിട്ടുണ്ട്. അള്ളാഹ് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ കാരുണ്യം ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തായി? ഖാസിരീങ്ങളായി അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തൗബ വൈകിപ്പിക്കാതിരിക്കുക. പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപരാധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് സ്ക്രീനിൽ ഇപ്രകാരം കാണാം. എന്താണ്? സുബ്ഹാനല്ലാഹ്, വളരെ അഥവാ വലിയ പ്രാർത്ഥനയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടാനോ ഒന്നും ഇല്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന, നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന
അല്ലെങ്കിൽ നമ്മൾ പോലും തെറ്റാണോ എന്ന് ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങൾ പോലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചോദിക്കുകയാണ്. എന്താണ് ഈ പ്രാർത്ഥന? അല്ലാഹുവേ ഇഗ്ഫിർലി, അള്ളാഹുവെ എനിക്ക് പുറത്തു നൽകണേ. എന്താണ് എനിക്ക് പുറത്തു നൽകേണ്ടത്? ആദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? ഖതീഅതി, എന്റെ തെറ്റുകള്, ഞാൻ ചെയ്തു പോയ എന്റെ പാപങ്ങൾ. വജഹ്ലി, ഞാൻ അറിവുകേട് കൊണ്ട് ചെയ്തു പോയ. ജഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അറിവില്ലായ്മ കൊണ്ട് എന്റെ അടുത്ത് നിന്ന് വന്ന തെറ്റുകൾക്കാണ് ജഹ്ലി എന്ന് പറയാ. ജഹാലത്തിന്, അറിവുകേട് കൊണ്ട്, എനിക്ക് അറിവില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവുക. അത് എനിക്ക് പുറത്തു നൽകണേ. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ബോധപൂർവം ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഒരു ഭാഗത്ത്, ഇത് നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് വന്ന ജഹലുകൾ മറ്റൊരു ഭാഗത്ത്. ഇതിനെ പറ്റിയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമ്മളെ മുൻപിൽ വരാനുണ്ട്. ആ ദിവസത്തിൽ എനിക്കിനി വേറെ ഒരു പോംവഴിയും ഇല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വേണം ഈ ജഹലിനെ പറ്റി ചോദിക്കാന്. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് എന്താണ് ചോദിക്കുന്നത്? ഇസ്റാഫി ഫീ അംരി, എന്റെ കവിയലുകള്, അഥവാ പരിധി വിട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ ഹദ്ദുകൾ ഉണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും പരിധികൾ വെച്ചിട്ടുണ്ട്. ആ പരിധികൾ വിട്ടുകൊണ്ടുള്ള എന്റെ പ്രവർത്തനങ്ങളുണ്ട് റബ്ബെ. ആ പ്രവർത്തനങ്ങൾ ഇസ്റാഫി ഫീ അംരി, എന്റെ കാര്യങ്ങളിൽ ഞാൻ പരിധി ലംഘിച്ചുകൊണ്ട് ചെയ്ത് കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് പുറത്തു നൽകണമേ അള്ളാഹ്. അടുത്തത് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്നത്? വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവേ വമാ അൻത അഅലം ബിഹി മിന്നി, എന്നേക്കാൾ എന്നെ നന്നായി അറിയുന്നവൻ ആരാണ്? എന്റെ മുഴുവുകളും, അഥവാ വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ എന്റെ തെറ്റുകളെ പറ്റി, എന്നേക്കാൾ എന്നെ ഏറ്റവും നന്നായി അറിയുന്നവനായ റബ്ബേ, നീ എന്ത് ചെയ്യണം? ഈ തെറ്റുകൾ ഞാൻ അറിയുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ട് എന്നെ അറിയുന്നത് നീ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അല്ലെ. അപ്പോ അള്ളാഹുവെ, അങ്ങനെയുള്ളതായിട്ടുള്ള എന്റെ മുഴുവൻ തെറ്റുകളും നീ എന്ത് ചെയ്യണം? എനിക്ക് പുറത്തു നൽകണമേ. പിന്നെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്? അള്ളാഹു എനിക്ക് നീ പുറത്തു നൽകണമേ. എന്ത്? ജിദ്ദി, ഞാൻ സീരിയസ് ആയിട്ട്, അഥവാ ജിദ്ദും ഹസ്ലും എന്ന് പറയുന്നത്, ഹസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കളി തമാശകള്, എന്റെ തമാശകളിൽ വന്നു പോയിട്ടുള്ളതായിട്ടുള്ള എന്റെ തെറ്റുകളുണ്ട്. ആ തെറ്റുകള്, അതുപോലെ തന്നെ ഞാൻ സീരിയസ്നെസ്സില്, എന്നെ സീരിയസ് ആയി നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ടുള്ള തെറ്റുകളുണ്ട്. ഇതിലുള്ള തെറ്റുകൾ, തമാശയിൽ എന്റെ അടുത്ത് നിന്ന് വന്ന തെറ്റുകളായാലും, അതുപോലെ തന്നെ എന്റെ സീരിയസ്നെസ് ആയിട്ടുള്ള അവസ്ഥയിൽ എന്റെ ഗൗരവത്തിന് വന്നിട്ടുള്ള എന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റുകളായാലും റബ്ബേ, എനിക്ക് നീ എന്ത് ചെയ്യണം? നീ പുറത്തു നൽകണമേ. പിന്നെ അടുത്തത് എന്താണ് അള്ളാഹുവിനോട് പറയണത്? ഞാൻ മനഃപൂർവവും അല്ലാതെയുമായിക്കൊണ്ട് ചെയ്തിട്ടുള്ള, മനഃപൂർവമായും അല്ലാതെയുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളുണ്ട്. ആ തെറ്റുകളൊക്കെയും റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണമേ. അള്ളാഹ് അതൊക്കെ എന്റെ അടുത്തുണ്ട്, അഥവാ ആ തെറ്റുകളൊക്കെയും എന്റെ പക്കലുണ്ട്. ഞാൻ ആ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് റബ്ബേ അള്ളാഹുവെ അതൊക്കെ നീ എനിക്ക് പുറത്തു നൽകണമേ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞു ചെയ്തതായ കാര്യങ്ങൾ റബ്ബേ, എനിക്ക് അറിയാമായിരുന്ന തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. വജഹ്ലി, അറിവില്ലാതെ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുണ്ട്. അള്ളാഹുവെ നീ വെച്ച പരിധികൾ ലംഘിച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളുണ്ട്. അതൊക്കെയും എന്നേക്കാൾ ഏറ്റവും നന്നായി അതിനെ പറ്റി അറിയൽ ആരാണ് റബ്ബേ? നീ തന്നെയാണ്. അള്ളാഹുബിർലി. അടുത്തത് അള്ളാഹോട് നാലാമതായിക്കൊണ്ട് ചോദിച്ചത് എന്താണ്? ജിദ്ദി, എന്റെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയില് എന്റെ അടുത്തത് വന്നു പോയിട്ടുള്ള തെറ്റുകളുണ്ട്.
വഹസ്ലി. ഞാൻ നമ്മള് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് കാണാം, തമാശയിൽ പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലെ. നമ്മള് മറ്റുള്ള ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം തെറ്റുകൾ വന്നു പോകുന്നുണ്ട് നമ്മുടെ പക്കൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതെല്ലാം പുറത്തു നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ആറാമതായിക്കൊണ്ടും ഏഴാമതായിക്കൊണ്ടും എട്ടാമതായിക്കൊണ്ടും ചോദിച്ചത് എന്താണ്? ഞാൻ മനഃപൂർവ്വം ചെയ്തതും മനഃപൂർവ്വവും അല്ലാതെയുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എന്റെ തെറ്റുകളുടെ റബ്ബേ, അതൊന്നും എനിക്ക് പുറത്തു നൽകണമേ. അതൊക്കെ എന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് അതൊക്കെയും പുറത്ത് എന്നെ നീ സ്വീകരിക്കണേ റബ്ബേ. അടുത്തത് എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംത്. അടുത്തത് അള്ളാഹിനോട് പറയുന്നത്, ഇത് നമ്മള് തശഹുദിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലെ. അള്ളാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അള്ളാഹു എനിക്ക് നീ പുറത്തു നൽകണമേ. മാ ഖദ്ദംത്, ഞാൻ മുന്നോട്ട് വെച്ചത്. വമാ അഖർത്, ഞാൻ പിന്തിപ്പിച്ചത്. വമാ അസ്റർത്, ഞാൻ രഹസ്യമാക്കി ചെയ്ത കാര്യങ്ങൾ. വമാ അഅലൻത്, ഞാൻ പരസ്യമാക്കി ചെയ്ത കാര്യങ്ങൾ. വമാ അൻത അഅലമു ബിഹി മിന്നി. വീണ്ടും അള്ളാഹിനോട് പറയണം എന്താണ്? അള്ളാഹുവേ, അവയൊക്കെയും തീർച്ചയായും നീയാണ് എന്നേക്കാൾ നന്നായി നീ അറിയുന്നതായിട്ടുള്ള എന്റെ ആ പാപങ്ങളുണ്ട്. അതൊക്കെ നീ എനിക്ക് പുറത്തു നൽകണമേ. അൻതൽ മുഖദ്ദിം, നീയാണ് റബ്ബേ, തീർച്ചയായും നീയാണ് മുഖദ്ദിം വൽ മുഅഖിർ, നീയാണ് പദവി ഉയർത്തുന്നവനും നീയാണ് അതുപോലെ തന്നെ പദവി താഴ്ത്തുന്നവനും. വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, റബ്ബേ നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് റബ്ബേ. വളരെ എളുപ്പമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പഴുതിൽ നിന്നാണ് അള്ളാഹുവിനോട് ഏത് പഴുതാണ് അടക്കാത്തതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തിലുള്ള തെറ്റുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ചോദിക്കാൻ ബാക്കിയുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമായിക്കോട്ടെ, അതുപോലെ തന്നെ ഇജാബത്ത് കിട്ടുന്ന സമയങ്ങൾ ഏതൊക്കെയാണോ ആ സമയത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ആണല്ലേ വേണ്ടത്. ഒരു പാപവും ശേഷിക്കാത്ത രൂപത്തില് മുഅ്മിനായിക്കൊണ്ട് മുഹ്സിനായിക്കൊണ്ട് എന്ത് ചെയ്യണം? ബാബുർ റയ്യാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കണ്ടുമുട്ടണം. അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു വിഭവമായിക്കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഓരോ വാക്കുകളും നമ്മൾ ഉള്ളറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക. ഒരെളുപ്പത്തിലും മനഃപ്പാഠമാക്കി ഒരൊറ്റ ശ്വാസത്തിന് പറഞ്ഞു പോകേണ്ടുന്നതല്ല ഈ ഒരു പ്രാർത്ഥന. നമ്മൾ ഓരോ മുക്കും മൂലയും ഓരോ ഭാഗം നമ്മൾ ചോദിക്കുന്ന സമയത്തും ഒരു 3 അക്ഷരങ്ങളാണ് ഓരോ വേർഡിലുള്ളതെങ്കിലും പക്ഷെ അത് നമ്മുടെ ഓരോ മേഖലയിലുള്ള കാര്യങ്ങളെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഖതീഅതി, ആ സമയത്ത് നമ്മളെ പാപങ്ങൾ നമ്മൾ മനഃപൂർവ്വം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഓർമ്മ വരേണ്ടത്. വജഹ്ലി, ഇപ്പൊ നമുക്ക് അറിവുള്ള സമയം, ഇപ്പൊ നമുക്ക് അറിവ് കിട്ടിയ സമയത്ത് നമ്മൾ പറയണ്ട അന്ന് അറിവില്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വിലപിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ അറിവില്ലാത്തതിന്റെ പേരില്, അറിവില്ലായ്മയുടെ പേരിൽ, അവിവേകത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അതിനോടുള്ള തൗബയാണ്, അതിൽ നിന്നുള്ള മഗ്ഫിറത്താണ്. ഇസ്റാഫി ഫി അംരി, എത്ര കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പരിധിയെ നമ്മൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നമ്മൾ ഓരോ അമലുകൾ എടുത്തു നോക്കി, ഇതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പരിധിക്കുള്ളിൽ നിന്നാണോ ഞാൻ ചെയ്യുന്നത്, അതല്ല ആ പരിധിയൊക്കെ ലംഘിച്ചിട്ടാണ് ഞാൻ ചെയ്യണത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നിട്ട് എന്താ പറയുന്നത്? അല്ലാഹുവേ, വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാൾ എന്നെ ഏറ്റവും നന്നായിട്ട് നീ അല്ലാതെ വേറെ ആരും അറിയില്ല, നിനക്കല്ലാതെ വേറെ ഒരാൾക്ക് അറിയില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ജിദ്ദി, ഈ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളില്, എന്റെ സീരിയസ്നെസ്സിന്, എന്റെ
വഹസ്ലി, എന്റെ തമാശ വേളകളില്, എന്റെ തമാശകളിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ, വഖഫഇ വഅംദി, എന്റെ ഞാൻ മനഃപൂർവ്വം അല്ലാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങള്, വക്കുല്ലു സാലിക ഇൻദി, അതൊക്കെയും എന്റെ അടുക്കൽ തന്നെ ഉണ്ട്, അതൊക്കെ റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംത് വമാ അഖർത്, അല്ലാഹുവേ ഞാൻ മുന്തിപ്പിച്ചതായ കുറെ തെറ്റുകളുണ്ട്, ഞാൻ പിന്നോട്ട് ഇനിയും ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതായ ഒരുപാട് തെറ്റുകളുണ്ട്, പിന്തിപ്പിച്ചതായ ഒരുപാട് തെറ്റുകളുണ്ട്. വമാ അസ്റർത്, ആരും കാണാതെ ഇരുട്ടിനുള്ളില് 4 ചുമരിനുള്ളിലായിക്കൊണ്ട് അത്രയും സേഫായി ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട് അല്ലാഹ്, അത് നീ അറിയുന്നുണ്ട് അല്ലെ. വമാ അഅലൻത്, ഞാൻ പരസ്യമായി ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മളെ ഉമ്മത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ആത്മാർത്ഥമായി നമ്മൾ നമ്മളെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം തെറ്റുകൾ ചെയ്യുന്നത് അത് പരസ്യമാക്കാൻ ഈ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മടിയുമില്ലാതെ, അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ മ്യൂസിക് കേട്ടിരുന്നത് ആരും കേൾക്കാതെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് പൊതുവെ കണ്ട് വെച്ച് ബാക്കിയുള്ളവർക്ക് കൂടി, അഥവാ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന്റെ പേരിൽ പോലും ഒരു ലജ്ജയില്ലാതെ ഒരു കൗമ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മളെ ഉമ്മത്തിനും വേണ്ടി, നമ്മളെ വീട്ടുകാർക്കും വേണ്ടി, നമ്മളെ കുടുംബക്കാർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറയണത് എന്താണ്? വീണ്ടും അള്ളഹാനോട് പറയണം, അള്ളാഹുവേ നീ മാത്രാണ് എന്നേക്കാൾ നന്നായി എന്നെ നീ മാത്രാണ് അറിയുന്നത്. അൻതൽ മുഖദ്ദിം, നീയാണ് റബ്ബെ പദവികൾ ഉയർത്തുന്നവൻ. അൻതൽ മുഅഖിർ, നീയാണ് പദവികൾ താഴ്ത്തുന്നവൻ. അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, റബ്ബെ നീയാണ് എല്ലാ കാര്യത്തിലും കഴിവുള്ളവൻ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും നമ്മളെ പാപങ്ങളൊക്കെയും പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെ പറയുന്ന സമയത്ത് റബ്ബെ ഈ ഒരു, അഥവാ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഓർമ്മ വരികയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണവേളയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബെ ഈ പാപിയായ എന്റെ പാപങ്ങൾ പുറത്തു തരുന്നത് നിമിത്തം നിനക്ക് നിന്റെ ആദമത്തിൽ നിന്ന്, റബ്ബെ നിന്റെ ആദമത്തിൽ നിന്ന് കുറയുമെങ്കിൽ അത് വേണ്ടതില്ല. പക്ഷെ അവിടെ അതുപോലെ തന്നെ എന്നെ ശിക്ഷിക്കുന്നത് നിമിത്തം നിന്റെ ആദമത്ത് കൂടുമെങ്കിലും അതും വേണ്ടതില്ല. അവിടെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം കാത്തു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറയുന്നത് തന്നെ എന്താണ്? തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ജീവിതത്തില് ആ ആയത്തുകളുടെ ഒക്കെയും വെളിച്ചത്തിൽ നമ്മളെ പാപമോചനം തേടുക. ഒരിക്കലും തന്നെ അത് വൈകിപ്പിക്കാതിരിക്കുക. ഈ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാക്കുക. 1, 2, 3 ആവർത്തി വായിക്കുമ്പോ തന്നെ ബിഇസ്നില്ലാഹ് ഈ പ്രാർത്ഥന നമുക്ക് മനഃപ്പാഠമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാന് നല്ല ആഫിയത്തോട് കൂടിയിട്ട് നല്ല അമാല് സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് നല്ല താഹിറായിട്ടുള്ള, നല്ല സലീമായിട്ടുള്ള, നല്ല മുത്മഇന്നായിട്ടുള്ള ഖൽബുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به يا رب العالمين. പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായതുണ്ടെങ്കിൽ അത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ളതാണ്. വല്ല പിഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തിരുത്തി നൽകണമെന്നും അതെന്നിൽ നിന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കത് പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.